ഓക്കെ, ഇനി നമുക്ക് ന്യൂമറിക്കൽ ചെയ്ത് നോക്കാം. പേപ്പർ ഞാൻ അടുത്ത ക്ലാസ്സിൽ തരാം. അപ്പൊ ഇൻതൊട്ട് പഠിച്ചിട്ട് വന്നോട്ടാ എല്ലാ ക്ലാസ്സിലും. ജസ്റ്റ് എഴുതി നോക്കിയാലേ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നതിന്റെ ബേസിൽ ഇവിടെ വന്നിട്ട് പിറ്റേ ദിവസം എഴുതാന്ന് വെച്ചാൽ നടക്കൂല. ജസ്റ്റ് എഴുതി നോക്കണേ. ഓക്കെ, എഴുതിക്കോ. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. എഴുതിക്കോട്ടോ. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ has square plates. ഒന്നുകൂടെ പറയണോ? ഇപ്പോഴത്തെ ന്യൂമറിക്കൽ ചെയ്യിപ്പിക്കുന്നതാ. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാസ് സ്ക്വയർ പ്ലേറ്റ്സ് ഓഫ് സൈഡ് 5 centimeter and separated by a distance of 1 millimeter. Now first question, calculate the capacitance of this capacitor. Okay. ഇനി അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയാ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, if a 10 volt battery is connected to the capacitor, what is the charge stored in any one of the plate? ഒന്നുകൂടെ വായിക്കാം. A parallel plate capacitor has square plates of side 5 centimeter and separated by a distance of 1 millimeter. First question, calculate the capacitance of this capacitor. Second one, if a 10 volt battery is connected to the capacitor, what is the charge stored in any one of the plate? എഴുതിയാ? അപ്പൊ നമ്മളോട് ഇവിടെ എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദിസ് കപ്പാസിറ്റർ. അപ്പൊ ഇവിടെ എന്ത് കപ്പാസിറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അതാണ് നിങ്ങൾ ഇപ്പൊ ഫസ്റ്റ് ഡിറൈവ് ചെയ്ത് കാണിച്ചത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താണ്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? C equal to epsilon 0 A by D. ഇത് വെച്ച് അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാസ് എ സ്ക്വയർ പ്ലേറ്റ് ഓഫ് സൈഡ് 5 centimeter. അപ്പൊ സൈഡ് നമുക്കിപ്പോ ജസ്റ്റ് സൈഡ് തന്നിട്ടുണ്ട്. ആ സ്ക്വയറിന്റെ A is equal to 5 centimeter എന്നും പറഞ്ഞ് ഞാൻ എടുത്തത് സെന്റിമീറ്ററിലാണ്. അപ്പൊ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. 5 into 10 raised to minus 2 meter. ഓക്കെ, ഇനി അടുത്ത തന്നിരിക്കുന്നത് എന്താ? സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 1 millimeter. അപ്പൊ D is equal to 1 millimeter. മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോ 1 into 10 raised to minus 3 meter. ഇനി നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എപ്സിലോൺ സീറോയുടെ വാല്യൂ എന്താ? ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുള്ളതാ. 8.854 into 10 raised to minus 12. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 8.854 into 10 raised to minus 12 into ഇവിടെ A എന്നാ പറഞ്ഞേക്കുന്നത്. A എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ. നമുക്കൊരു സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ 5 centimeter. അപ്പൊ A എന്ന് പറയുമ്പോ ഏരിയ എന്ന് പറയുമ്പോ 5 into 10 raised to minus 2 into 5 into 10 raised to minus 2. സൈഡ് മാത്രമല്ലേ നമുക്ക് തന്നിട്ടുള്ളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഏരിയ. അപ്പൊ എങ്ങനെ വരും? ഇതിന്റെ സ്ക്വയർ 25 into 10 raised to minus 4 divided by D. 1 into 10 raised to minus 3. ഓക്കെ, മനസ്സിലായില്ലേ? സൈഡ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ സൈഡ് ഇൻറ്റു സൈഡ്. ചെയ്ത് നോക്കിക്കോട്ടാ. എത്ര കിട്ടിയെന്ന് പറ.
അനന്തു, സ്വാതി, അരുന്ധതി ചെയ്യുന്നുണ്ടോ? എപ്സിലോൺ സീറോയുടെ വാല്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, കിട്ടിയാ? എത്ര കിട്ടി? ഇത് കാൽക്കുലേറ്റ് ചെയ്തൊന്നും കാണിക്കണ്ടല്ലോ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് പറഞ്ഞുതരാം. -13 ഫാരഡ് എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഇത് പൈക്കോ ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇത്രയും എഴുതിയാലും ഓക്കെയാണ്. ഞാൻ ജസ്റ്റ് പൈക്കോ ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്ത് കാണിച്ചു തരാം. 22.1 into 10⁻⁻12 പൈക്കോ ഫാരഡ്. ഇവിടെ വെച്ച് നിർത്തിയാലും ഓക്കെ ആണ് കേട്ടോ. നമ്മൾ പൈക്കോ ഫാരഡിലേക്ക് കൺവേർഷൻ പഠിച്ചതുകൊണ്ട് ഞാൻ ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. 10⁻12 കാൽക്കുലേഷൻ ചെയ്തതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ. അഭിരാം ചെയ്യുന്നുണ്ടോ? കിട്ടിയാ? ഇന്ന് കിട്ടിയാടാ? ഇവിടെ എങ്ങനെ പോയിന്റ് വന്നിട്ടൊക്കെ? പോയിന്റ് ഇല്ലല്ലോ. പോയിന്റ് ഓക്കെ ഓക്കെ ഓക്കെ. ചെയ്, കിട്ടുന്നുണ്ടോ നോക്കട്ടാ. കിട്ടുന്നില്ലേ? ഞാൻ പറഞ്ഞുതരാം. ഇത് 10⁻³ അല്ലേ? ഈ -3 നമ്മൾ പൊക്കത്തേക്ക് എടുക്കാം. ഇവിടെ ഒരു 1 മാത്രമല്ലേ, അപ്പൊ നമ്മൾ ഇതിനെ പൊക്കത്തേക്ക് എടുക്കാം. അപ്പൊ 10⁻³ പൊക്കത്തേക്ക് വരുമ്പോൾ എന്താവും? 10⁻+3 ആവും. അപ്പൊ ഇവിടെ വേറെ ആരും ഇല്ല. ഓക്കെ. 10⁻, ആദ്യം നമ്മൾ പവറിന്റെ കാര്യം മാത്രം നോക്കാം. 10⁻12 -12 പ്ലസ് -4 എന്താവും? -16. -16 പ്ലസ് 3 ആവുമ്പോഴത്തേക്ക് -30. അപ്പൊ പവർ ഓക്കെ. 10⁻13 വന്നു. പിന്നെ ബാക്കിയുള്ള ആരൊക്കെയാ? 8.54 into 25 ചെയ്താൽ മതി. കിട്ടിയാടാ? കാൽക്കുലേഷൻ പോയാ? ഇത് പൊക്കത്തേക്ക് എടുത്തിട്ട് നോക്ക്. പവർ കിട്ടിയല്ലേ? ചെയ്തതല്ലേ? വിഷയം കിട്ടിയാടാ? കിട്ടിയാലോ? പേര് മറന്നുപോയി. ആൻ. ഇതും ആനല്ലേ? അല്ലേ? സെലീന. കിട്ടിയാടാ? കുഴപ്പമില്ലല്ലേ? ചേട്ടന് കിട്ടിയാ? പവർ പോയാ? ചെയ്ത് വരുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയട്ടെ. ഇത് -3 അല്ലേടാ? നീ അങ്ങനെയാണല്ലോ ചെയ്തത്. സിമ്പിൾ ആയിട്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ 10⁻³ അല്ലേ? ഇതിനെ പൊക്കത്തേക്ക് എടുക്കുക. അപ്പൊ 10⁻³ ആവില്ലേ? 10⁻³ ഇതൊക്കെ ഒരൊറ്റ സ്റ്റെപ്പിൽ അങ്ങോട്ട് ആക്കുക കാൽക്കുലേഷൻ. ഇത്രയും സ്റ്റെപ്സ് വരുമ്പോഴാണ് സ്റ്റെപ്സ് കൂടി വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ആവുന്നത്. ഇവിടെ വെച്ച് ഞാൻ ആക്കി പോയിക്കോളാം. 5 × 5 25. 10⁻²ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10⁻⁴. അപ്പൊ അത് അങ്ങനെ ചെയ്താൽ അവിടെ തന്നെ ആ സ്റ്റെപ്പ് അങ്ങോട്ട് ആക്കി വെക്കുക. പിന്നെ 10⁻³ പൊക്കത്തേക്ക് പോകുമ്പോൾ +3 ആവും. അപ്പൊ പവർ എല്ലാം കൂടി ആഡ് ചെയ്ത് അങ്ങനെ ചെയ്യാം. ഇത് കിട്ടിയാടാ? അതിന്റെ പേരെന്തായിരുന്നു? അമർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാന്നാ? എന്താ പോയാ? അതിലേക്കായത് ഒരു പോയിന്റ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പോയിന്റ് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ 10⁻12 ആകില്ലേ? 10⁻12 നമ്മൾ പൈക്കോ ഫാരഡ് എന്നല്ലേ പറയണത്? ഞാൻ പറഞ്ഞതാ, ജസ്റ്റ് ആ കൺവേർഷൻ കാണിക്കാൻ വേണ്ടി പറ. അത് നോക്കണ്ട, കൺഫ്യൂഷൻ ആവണ്ടേ, വിട്ടേക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത എഴുതിക്കോ. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. നിങ്ങൾ കഴിഞ്ഞാ? അയ്യോ സോറി സെക്കൻഡ് സെറ്റ് ഉണ്ടല്ലേ? ഓക്കെ. അടുത്ത എന്താണ്? ഇഫ് എ 10 volt battery is connected to the capacitor, what is the charge stored in any one of the plate? അത് കണ്ടുപിടിക്കാൻ പറ്റുമോ? കപ്പാസിറ്റൻസ് C is equal to Q/V. ഇത് ഇന്ന് ജസ്റ്റ് Q കണ്ടുപിടിച്ചാൽ മതിയില്ലേ? Q is equal to കപ്പാസിറ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. വോൾട്ട് എത്രയാന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. Q is equal to C into V. കപ്പാസിറ്റൻസ് എത്രയാ കിട്ടിയിരിക്കുന്നത്? 21.10⁻³ into എത്രയാ പറഞ്ഞേക്കുന്ന? 10 volt. ഓക്കെ, അതങ്ങ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാന്നോ? ഓക്കെ, അടുത്ത പറയട്ടെ.
അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടാ. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ filled with mica having epsilon r equal to 5. Mica. A parallel plate capacitor filled with mica having epsilon r equal to 5 is connected to a 10-volt battery. The area of the plate is 6 meter square. Area of the plate is 6 meter square. And the separating distance is 6 millimeter. Separating distance is 6 millimeter. എഴുതിയാത്രേ. A parallel plate capacitor filled with mica having epsilon r equal to 5 is connected to a 10-volt battery. The area of the plate is 6 meter square and the separating distance is 6 millimeter. Okay. Find the capacitance. And also find the charge stored in any one of the plate. Find the capacitance and also find the charge stored. Okay. Question എഴുതിയാ? ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്തേക്കട്ടാ. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന്. കുഴപ്പമില്ലല്ലോ ഹോംവർക്ക് ചെയ്യാൻ. മനസ്സിലായില്ലേ? മറ്റേതുപോലെ തന്നെ. പക്ഷെ എന്താ പറഞ്ഞിരിക്കുന്നത്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഫിൽഡ് വിത്ത് മൈക്ക. അതിന്റെ ഇടയിൽ ഒരു ഡൈഇലക്ട്രിക് ഉണ്ട്. ആ രണ്ട് പ്ലേറ്റിന്റെയും ഇടയിലായിട്ട് ഫുൾ വോൾ സ്പേസിൽ ഒരു ഡൈഇലക്ട്രിക് ഉണ്ട്. അപ്പൊ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. വോൾ സ്പേസിൽ ഡൈഇലക്ട്രിക് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇക്വേഷൻ വരുന്നത്? C equal to epsilon r epsilon 0 a by d. ഓക്കെ, എല്ലാം ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എപ്സിലൺ ആർ എത്രയാന്ന് തന്നിട്ടുണ്ട്. എപ്സിലൺ സീറോയുടെ വാല്യൂ അറിയാം. ഏരിയ അതും ഡയറക്റ്റ് തന്നിട്ടുണ്ട്. സൈഡ് അല്ല, ഡയറക്റ്റ് ഏരിയ തന്നിരിക്കുന്നത്. അപ്പൊ കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. പിന്നെ കപ്പാസിറ്റൻസ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് കണ്ടുപിടിക്കാനും പറ്റുമല്ലോ. സെയിം ക്വസ്റ്റ്യൻ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. എപ്സിലൺ ആർ തന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. ഇവിടെ മൈക്ക എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഫിൽഡ് വിത്ത് മൈക്ക. അപ്പൊ ആ വോൾ സ്പേസിൽ കപ്പാസിറ്റേഴ്സിന്റെ രണ്ട് കണ്ടക്ടേഴ്സിന്റെ ഇടയിലായിട്ട് എന്തായിരിക്കുന്നത്? ഒരു ഡൈഇലക്ട്രിക് ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വാല്യൂ കൂടെ തന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, അത് ചെയ്തേക്കണേ. ഒരെണ്ണം കൂടെ വന്നോട്ടെ. ഓക്കെ, ഇനി അടുത്ത ക്ലാസ് ചൊവ്വാഴ്ച അല്ലേ വരുള്ളൂ. ടൈം ഉണ്ടാവൂല ചെയ്യാൻ. ഓക്കെ, ഒരെണ്ണം കൂടെ എഴുതിക്കോ. അരുന്ധതി എഴുതുന്നുണ്ടോ? അനന്തു, സ്വാതി? അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. The plates of a parallel plate capacitor have area of 50 meter square. 50 meter square. 50 meter square each and separated by a distance of 2.5 millimeter. What would be its capacity? Capacitance മാത്രം കണ്ടുപിടിച്ചാൽ മതി. What would be its capacity? $2.5 millimeter. ഇല്ല, ഇപ്പൊ കണ്ടുപിടിക്കണ്ട, ചെയ്താൽ മതി. ഹോംവർക്ക് ആയിട്ട്. ആ 2 ദിവസത്തിന് ഹോംവർക്ക് കേട്ടാ. ഡൗട്ട് ഒന്നും ഇല്ല, അത് ചെയ്യാലോ എല്ലാവർക്കും. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, എഴുതിയാ?
ഓക്കെ, അടുത്തത് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റൻസ്. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റൻസ്. അപ്പൊ നമ്മൾ 10th പഠിച്ചിട്ടില്ലേ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും കണക്ട് ചെയ്യണത് പഠിച്ചിട്ടില്ലേ? സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തും ചെയ്യാം, കപ്പാസിറ്റേഴ്സും സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും കണക്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സീരീസ് കോമ്പിനേഷൻ ആണ്. എനിക്ക് സൗണ്ട് കുറച്ച് കുറവാണ്, കേൾക്കുന്നില്ലെങ്കിൽ പറയണേ. ഓക്കെ, സീരീസ് കോമ്പിനേഷൻ. അപ്പൊ ഇതിൽ നോക്കേണ്ടത് നമ്മൾ രണ്ടും പഠിക്കും, സെപ്പറേറ്റ് സീരീസും പഠിക്കും പാരലലും പഠിക്കും. അപ്പൊ ഇതിൽ ഫിഗർ കറക്റ്റ് ആയിട്ട് വരക്കണത് പോലെ തന്നെ വരക്കണം. എന്ത് ചോദിച്ചാലും ഈ ഫിഗർ വരച്ച് കാണിക്കണം. ഓക്കെ, അപ്പൊ സീരീസ് കോമ്പിനേഷൻ. സീരീസ് എന്ന് പറയുമ്പോൾ കപ്പാസിറ്റേഴ്സ് എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. കപ്പാസിറ്റേഴ്സ് നമുക്കൊരു ബാറ്ററിനായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് സീരീസ് ആയിട്ട് നമ്മൾ 3 കപ്പാസിറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു ബാറ്ററിനായിട്ട് കണക്ട് ചെയ്തു. അതിന്റെ പൊട്ടൻഷ്യൽ വി എന്നും പറഞ്ഞു കൊടുത്ത്. ഇനി ഞാൻ പറയുന്ന 3 പോയിന്റ് ശ്രദ്ധിച്ച് കേൾക്കണം, അത് കറക്റ്റ് ആയിട്ട് പഠിക്കുകയും ചെയ്യണം. അപ്പൊ ഫസ്റ്റ് തിങ്, ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇതിന്റെ കപ്പാസിറ്റി, ഇവിടെയുള്ള ഒരു കപ്പാസിറ്റിനെ ഞാൻ C1 എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടുത്തെ കപ്പാസിറ്റർ C2, ഇവിടുത്തെ C3. ഓരോ കപ്പാസിറ്റൻസ് C1, C2, C3 എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നോക്കിക്കേ, ഇതിന്റെ കപ്പാസിറ്റി ആയിരിക്കും ഇതിനുള്ളത്? അല്ല, കപ്പാസിറ്റി ഓരോരുത്തരുടെയും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇതിനിപ്പോ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ആയിരിക്കില്ല അടുത്ത ആൾക്കുള്ളത്. ഓരോരുത്തരുടെയും കപ്പാസിറ്റി എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് നോക്കേണ്ട പോയിന്റ് കപ്പാസിറ്റി. സീരീസ് കോമ്പിനേഷനിൽ കപ്പാസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത നോക്കേണ്ടത് ഇവിടെ കൂടി ഫ്ലോ ചെയ്യുന്ന ചാർജ് ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്ലോ ചെയ്ത് നമ്മളൊരു ബാറ്ററിനായിട്ട് കണക്ട് ചെയ്ത്, അപ്പൊ ചാർജ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇവിടെ കൂടി പോകും. പക്ഷെ ചാർജ് പോകുന്ന ചാർജിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം എമൗണ്ട് ആയിരിക്കും. നമ്മൾ ഇവിടെ കൂടി ചാർജ് സെയിം എമൗണ്ട് ഫ്ലോ ചെയ്യും. പക്ഷെ ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിലല്ല അത് കപ്പാസിറ്റി. അതിനിപ്പോ ഇതിനുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇത് ഇവിടെ നിന്ന് പോകുന്ന ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ഇതിനുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇവിടെ നിന്ന് പോകുന്ന ചാർജ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. ഇതിനുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ കപ്പാസിറ്റി ഡിഫറെന്റ് ആണ്, പക്ഷെ ഫ്ലോ ചെയ്യുന്ന ചാർജ് എന്താണ്? സെയിം ആണ്. ഇനി കപ്പാസിറ്റേഴ്സ് ഡിഫറെന്റ് ആണ്. കപ്പാസിറ്റി ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആയിരിക്കും. അതാണ് 3 പോയിന്റ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. എഴുതിക്കോ. ചാർജ് സെയിം ആയിരിക്കും, ചാർജ് Q സെയിം. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാവുന്ന ഇതിൽ എഴുതി വെച്ചാൽ മതി. ഫ്ലോ ചെയ്യുന്ന ചാർജ് Q സെയിം ആയിരിക്കും. കപ്പാസിറ്റൻസ് ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കപ്പാസിറ്റൻസ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടത്തെ പൊട്ടൻഷ്യൽ ഓരോരുത്തർക്കും എന്തായിരിക്കും? പൊട്ടൻഷ്യലും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ 3 പോയിന്റ് കിട്ടിയില്ലേ? പൊട്ടൻഷ്യൽ ഡിഫറെന്റ്, പൊട്ടൻഷ്യലും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ C1ന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ നമുക്ക് V1 എന്ന് കൊടുക്കാം. C2ന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ V2 എന്ന് പറഞ്ഞു കൊടുക്കാം. C3യുടെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ V3 എന്നും പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ 3 പോയിന്റ് ആണ് സീരീസ് കോമ്പിനേഷനിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത്. ഈ ഫിഗർ ഇതുപോലെ തന്നെ വരക്കുക. 3 കപ്പാസിറ്റേഴ്സും സീരീസ് ആയിട്ട് വെക്കണം. പിന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഇപ്പൊ തന്നെ പഠിച്ചു പോയിക്കോ. ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ചാർജ് സെയിം ആയിരിക്കും. പിന്നെ നോക്കേണ്ടത് കപ്പാസിറ്റൻസ്. അതിപ്പോ നമുക്ക് പാരലലായാലും അങ്ങനെ തന്നെ ആയിരിക്കും. ഓരോ കപ്പാസിറ്റേഴ്സിന്റെയും കപ്പാസിറ്റൻസ് എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഓരോരുത്തർക്കും പറ്റുന്നത്രയല്ല സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ചാർജ് പോകുന്ന എമൗണ്ട് സെയിം ആണെങ്കിലും ഓരോരുത്തർക്കും പറ്റുന്ന അനുസരിച്ച് അവർ സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. കണക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിൽ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ കൂടി ഫ്ലോ ചെയ്യുന്ന ചാർജ് എന്താണ്? സെയിം ആണ്, പക്ഷെ കപ്പാസിറ്റൻസ് ഡിഫറെന്റ് ആണ്. അതിപ്പോ പാരലലായാലും എന്തിനായാലും കപ്പാസിറ്റൻസ് ഓരോ കപ്പാസിറ്റേഴ്സിനും എന്തായിരിക്കും? കപ്പാസിറ്റൻസ് ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഓരോരുത്തർക്കും ഓരോ പൊട്ടൻഷ്യൽ ആയിരിക്കും. C1ന് അക്രോസ് V1, C2ന് അക്രോസ് V2, അതുപോലെ C3ക്ക് അക്രോസ് V3. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ നെറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പൊട്ടൻഷ്യൽ V. ഓക്കെ, ടോട്ടൽ പൊട്ടൻഷ്യൽ V എന്ന് പറയുന്നത് V1 പ്ലസ് V2 പ്ലസ് V3. V1 പ്ലസ് V2 പ്ലസ് V3. നമുക്ക് കപ്പാസിറ്റൻസിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. C ഈക്വൽ ടു കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താ? C ഈക്വൽ ടു Q ബൈ V. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് വിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം അല്ലെ? വിക്ക് നമുക്ക് എങ്ങനെ കൊടുക്കാം? Q ബൈ C എന്ന് കൊടുക്കാമല്ലോ. Q ബൈ C എന്ന് കൊടുക്കാൻ പറ്റില്ലേ? C ഈക്വൽ ടു Q ബൈ V. അപ്പൊ നമുക്ക് വിക്ക് എന്തെന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? Q ബൈ C എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. CS എന്ന് ഞാൻ ഇടണേ. CS എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് സീരീസ് കണക്ഷൻ. ഓക്കെ, സീരീസ് കണക്ഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ്
എസ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ V1 നമുക്ക് എങ്ങനെ എഴുതാം? അപ്പൊ V1 എന്ന് പറഞ്ഞേ, V1 എങ്ങനെ എഴുതാൻ പറ്റും? Q/C1. ഇവിടെ Q1 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? സെയിം ചാർജ് ആണ് ഫ്ലോ ചെയ്യുന്നത്. പ്ലസ് Q/C2 പ്ലസ് Q/C3. ഓക്കെ, ഈ Q ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് 1/CS is equal to 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. ഇതാണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് എ സീരീസ് കണക്ഷൻ. 1/CS is equal to 1/C1 plus 1/C2 plus 1/C3. ഓക്കെ, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് എ സീരീസ് കണക്ഷൻ ബോക്സ് ചെയ്തിട്ടോട്ടാ. ഇനി N കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇത് ഒരെണ്ണം ബോക്സ് ചെയ്തിട്ടോ. അടുത്ത ഞാൻ പറയുന്ന ഓരോ കണ്ടീഷൻ ആയിട്ട് നോട്ട് ചെയ്യണം കേട്ടോ, അത് മെറ്റീരിയലിൽ ഇല്ല. ഓക്കെ, ഇനി N കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? 1/CS is equal to 1/C1 plus 1/C2 plus 1/C3 up to 1/CN. ഓക്കെ, അതൊരെണ്ണം നോട്ട് ചെയ്തോ. അടുത്തത് രണ്ട് കപ്പാസിറ്റർ ഉള്ളതെന്ന് വിചാരിക്കാം. അപ്പൊ 1/CS is equal to 1/C1 plus 1/C2. ഇതിന്റെ LCM എടുക്കുമ്പോൾ എങ്ങനെ വരും? C1 plus C2 divided by C1 C2. 1/CS is equal to C1 plus C2 divided by C1 C2. ഇത് 1/CS നടക്കുന്നത്. അപ്പൊ CS is equal to C1 C2 divided by C1 plus C2. ഓക്കെ, രണ്ട് കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ 3 എണ്ണം ഉണ്ടെങ്കിൽ 1/C1 plus 1/C2 plus 1/C3. അപ്പൊ ആദ്യം തന്നെ രണ്ടെണ്ണത്തിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ചിട്ട് അടുത്തതൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് എഴുതി വെച്ചോട്ടാ. ഇത് N കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിലുള്ള കേസ്, ഇത് രണ്ടെണ്ണത്തിന്റെ കേസിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, അടുത്തത് ഇനി ശ്രദ്ധിക്കേണ്ടത് ഇഫ് C1 equal to C2 equal to C3 equal to C. അപ്പൊ നമുക്ക് ആകെ 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഈ ഇക്വേഷനിൽ നോക്കിയാൽ മതി, 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അതിന്റെ 3 കപ്പാസിറ്റേഴ്സിന്റെയും കപ്പാസിറ്റൻസിന്റെ വാല്യൂ C ആണെന്ന് വിചാരിക്കും. C1 equal to C2 equal to C3 equal to C. 3ന്റെ കപ്പാസിറ്റൻസും C ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? 1/CS is equal to 1/C1ന്റെ സ്ഥാനത്ത് എന്താ എഴുതാം? C എഴുതാം. പ്ലസ് 1/C2ന്റെ സ്ഥാനത്ത് നമുക്ക് എന്താ എഴുതാം? C എഴുതാം. പ്ലസ് C3യുടെ സ്ഥാനത്തും C എഴുതാം. അപ്പൊ എങ്ങനെ വരും? 3/C എന്നും പറഞ്ഞു വരും. ഈ സൈഡിൽ എഴുതിയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. C എന്ന് വരും. സോ CS is equal to C/3 എന്ന് വരും. ഓക്കെ, ഇനി ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഇപ്പൊ 1 മാർക്കിനൊക്കെ ജസ്റ്റ് ചോദിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 12 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ആ 12 കപ്പാസിറ്റേഴ്സിന്റെയും കപ്പാസിറ്റൻസിന്റെ വാല്യൂ C ആണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? CS is equal to C/12. ഇപ്പൊ N കപ്പാസിറ്റേഴ്സ് ഉണ്ട്, N കപ്പാസിറ്റേഴ്സ് ഉണ്ട്, എല്ലാത്തിന്റെ വാല്യൂ C ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? CS is equal to C/N. ഇത് 1 മാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് എഴുതുക. അപ്പൊ സീരീസ് ഓക്കെ ആയില്ലേ? ഓക്കെ, ഇനി നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് എഴുതിക്കോട്ടോ. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് എ സീരീസ് കോമ്പിനേഷൻ is less than that of smallest value. Effective capacitance of a series combination is less than that of smallest value. അതായത് ആ പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു C1 ഉണ്ട്, C2 ഉണ്ട്, C3 ഉണ്ട്. ഇതിന്റെ നമ്മൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ പോണേ. അപ്പൊ ഇതിൽ നമ്മൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ ഞാൻ ഇവിടെ 2 മൈക്രോഫാരഡ്, 3 മൈക്രോഫാരഡ്, 4 മൈക്രോഫാരഡ് എന്ന് പറഞ്ഞ എടുത്ത ഒരു പ്രോബ്ലം ആണെന്ന് വിചാരിക്കും. ഇതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമ്മൾ കണ്ടുപിടിച്ച് വരൂലേ? അപ്പൊ എങ്ങനെ വന്നാലും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ഉള്ളതിന് ഏറ്റവും ചെറുത് ഏതാ? 2 അല്ലെ? C1 ആണ് ഏറ്റവും ചെറുത്. അപ്പൊ ഇതിനെക്കാട്ടും ചെറിയൊരു ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിപ്പോ നമ്മളിപ്പോ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടൊക്കെ നോക്കുന്നവർക്ക് നമുക്കിപ്പോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ മനസ്സിലാവും ഏകദേശം. ഇതിനെ ഇപ്പൊ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ,
അപ്പൊ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഓപ്ഷൻസ്. എങ്ങനെ വന്നാലും ഇപ്പൊ ഇതാണ് 3 കപ്പാസിറ്റേഴ്സ് എങ്കിൽ C1 is equal to 2 മൈക്രോഫാരഡ്, C2 എന്ന് പറയുന്നത് 3 ആണ്, C3 എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആൻസർ പെട്ടെന്ന് പറയാൻ പറ്റും. ആ ഓപ്ഷൻസ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെ വന്നാലും ഇതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ എന്തിനേക്കാളും കുറവായിരിക്കും, 2വിനേക്കാളും കുറവായിരിക്കും. അപ്പൊ ഓപ്ഷൻസിൽ 2വിനെ, ഇപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഓപ്ഷൻസിൽ 2വിനെക്കാട്ടും കുറഞ്ഞ ഏത് വാല്യൂ ആണ് അതായിരിക്കും ആൻസർ. ഓക്കെ, ജസ്റ്റ് വേണമെങ്കിൽ ചെയ്തു വേണമെങ്കിൽ നോക്കിക്കോട്ടോ. എങ്ങനെ വന്നാലും 2വിനേക്കാളും ചെറുതായിട്ടേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കോ, ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കുറഞ്ഞാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉള്ള 2 അല്ലേ, 2വിനെക്കാട്ടും കുറഞ്ഞു പോയില്ലേ. അപ്പൊ ഇവിടെ ഈ ഒരു കണക്ഷനിൽ സീരീസ് കോമ്പിനേഷൻ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ച് വരുമ്പോൾ അതെന്താ സംഭവിക്കുക, ഇവിടെ ഉള്ളതിനേക്കാളും എന്ത് ചെയ്തു പോകും, കുറഞ്ഞു പോകും. അപ്പൊ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്യും. ആ പോയിന്റ് കൂടെ എഴുതി വെച്ചോട്ടോ അതിൽ തന്നെ. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് സീരീസ് കോമ്പിനേഷൻ ഡിക്രീസസ്. Effective capacitance of series combination decreases. ഇത് ചെയ്ത് കാണിക്കണം ഞാൻ ഈ പറഞ്ഞത്. ഇപ്പൊ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് അല്ലെ, നിങ്ങൾ ചെയ്ത് നോക്കുമോന്ന്, ചെയ്ത് കാണിക്കണ, പറഞ്ഞോ, കാണിക്കണ, വേണ്ട, കാണിക്കണ. ഓക്കെ, അതൊന്ന് ചെയ്ത് നോക്കട്ടാ. ജസ്റ്റ് ഈ ഇക്വേഷൻ ഇപ്പൊ ഇത് തന്നെ ഈ എക്സാമ്പിൾ ആയിട്ട് തന്നെ ഇട്ട് ചെയ്ത് നോക്കിക്കാ. ഇപ്പൊ തന്നെ ചെയ്ത് നോക്കിക്കോ. C1 എന്ന് പറയുന്നത് 2 മൈക്രോഫാരഡ്, C2 എന്ന് പറയുന്നത് 3, C3 എന്ന് പറയുന്നത് 4. ഓക്കെ ആയവര് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോ. അങ്ങനെ തന്നെ കിട്ടും. അത് കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഈ ഇക്വേഷനിൽ സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ, എഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ 1/CS is equal to 1/C1 plus 1/C2 plus 1/C3. ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കിട്ടുന്ന ആൻസർ ഇതിനേക്കാളും ചെറുതായിരിക്കും. ഏതാ, ഇതിപ്പോ ജസ്റ്റ് ഫാരഡിൽ തന്നെ ഇട്ടാൽ മതി. മൈക്രോഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളിപ്പോ ഓരോന്നിനെയും കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇപ്പൊ 2വിനെ കൺവേർട്ട് ചെയ്യണം, 3നെ കൺവേർട്ട് ചെയ്യണം, 4നെ കൺവേർട്ട് ചെയ്യണം. അതിപ്പോ ചെയ്യണ്ട. ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ സെന്റൻസ് കറക്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ചെയ്ത് നോക്കാനാ പറഞ്ഞത്. ഞാൻ ചെയ്ത് നോക്കിക്കോ. തേർട്ടീനാ 13/12ന്റെ വാല്യൂ വരുമ്പോ എങ്ങനെ വരും, 1 പോയിന്റ് സംതിങ് വരും അല്ലേ. ജസ്റ്റ് ഇത് തന്നെ എടുത്താൽ മതി. 13/12 തന്നെ എടുത്തു നോക്കുക. 13/12 എന്ന് പറയും. ജസ്റ്റ് ഇപ്പൊ ഇത് തന്നെ 1 റെസിപ്രോക്കൽ. തിരിച്ചു എടുത്ത് നോക്കിക്കോ. ലെസ് ദാൻ 2 അല്ലേ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സീരീസ് ഇപ്പൊ തന്നെ ഇന്ന് തന്നെ പഠിക്കണം കേട്ടോ. സീരീസ് കോമ്പിനേഷൻ ഞാൻ ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ്. ആകെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പറയുകയാണെങ്കിൽ നമ്മൾ ഫിഗർ നോക്കും. ഫിഗർ വേണം, ഫിഗർ മസ്റ്റ് ആയിട്ട് വരച്ചു പഠിക്കാം. പിന്നെ ഇതിൽ നമ്മൾ 3 പോയിന്റ്സ് ആണ് ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, കപ്പാസിറ്റൻസ് ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ചാർജ് Q എന്തായിരിക്കും, ചാർജ് ഫ്ലോ ചെയ്യുന്നത് സെയിം ആയിരിക്കും. പിന്നെ പൊട്ടൻഷ്യൽ ഇവിടെ എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഈ 3 പോയിന്റ് ഓർക്കുക. പിന്നെ എഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ച എന്താ, 1/CS is equal to 1/C1 plus 1/C2 plus 1/C3. പിന്നെ ഇതിൽ നമ്മൾ പറഞ്ഞത് കപ്പാസിറ്റേഴ്സ്, N കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അപ് ടു അങ്ങനെ പോകും വാല്യൂസ്. പിന്നെ ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന കപ്പാസിറ്റേഴ്സിന്റെ എല്ലാത്തിന്റെ വാല്യൂസ് സെയിം ആണെന്നുണ്ടെങ്കിൽ ഉള്ള ഇക്വേഷൻ. അത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. അത് വേഗം അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ഇനി പാരലൽ. കമ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ. രണ്ടും പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കാം. അതിന്റെ ഫിഗർ വരക്കുമ്പോ ഇതിന്റെ ഫിഗർ കൂടി മനസ്സിൽ വരില്ല. അല്ലെ, കമ്പയർ ചെയ്ത് പഠിക്കാം. ഫിഗർ നോക്കിക്കോ. പാരലൽ എന്ന് പറയുമ്പോ
വരച്ചാ വരച്ചാ മറ്റേത് സീരീസ് ആയിട്ട് കൊടുത്തത് നമ്മൾ പാരലൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കപ്പാസിറ്റൻസ് എങ്ങനെയായിരിക്കും? കപ്പാസിറ്റൻസ് ഡിഫറെന്റ് ആയിരിക്കും, കാരണം ഓരോരുത്തരും സ്റ്റോർ ചെയ്യുന്നത് ഓരോ രീതിയിലായിരിക്കും. ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കപ്പാസിറ്റി. അപ്പൊ ഓരോരുത്തരുടെയും കപ്പാസിറ്റിക്ക് അനുസരിച്ചായിരിക്കും ഓരോരുത്തരും സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കപ്പാസിറ്റൻസ് C1, C2, C3 എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കൂടി ഫ്ലോ ചെയ്യുന്ന ചാർജ്. ഇവിടെ കൂടി ചാർജ് ഇങ്ങനെ വരും, ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇവിടെ എത്തി. ഇവിടെ ഈ ഒരു ജംഗ്ഷൻ കണ്ട, ശ്രദ്ധിച്ച്, ഇവിടെ ഈ ഒരു ജംഗ്ഷനിൽ എത്തുമ്പോഴത്തേക്കും ചാർജ് സ്പ്ലിറ്റ് ആവും. ചാർജ് സ്പ്ലിറ്റ് ആയി ഇങ്ങോട്ട് Q1, ഇങ്ങോട്ട് Q2, ഇങ്ങോട്ട് Q3. ഓക്കെ, ഇവിടെ നിന്ന് ചാർജ് ഫ്ലോ ചെയ്ത് ഈ ജംഗ്ഷൻ എത്തിയപ്പോഴത്തേക്കും ഇവിടെ ഒരു ജംഗ്ഷൻ, ഈ ഒരു പോയിന്റിൽ നിന്ന് മൂന്നും സ്പ്ലിറ്റ് ആയി, Q1, Q2, Q3. എന്നിട്ട് ഇവിടെ കൂടെ ഇങ്ങനെ വന്ന് ഇവിടെ എത്തിയിട്ട് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും തിരിച്ച് സെയിം ചാർജ് പോരുന്നത്. ഓക്കെ, ഈ ഒരു ജംഗ്ഷനിൽ ചാർജ് സ്പ്ലിറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോ എന്ത് ചെയ്യും? തിരിച്ച് ഇവിടെ എത്തുമ്പോ ഈ Q1 ചാർജ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇവിടെ എത്തും, Q2, Q3. ഈ പോയിന്റിൽ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. ഈ പോയിന്റിൽ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും തിരിച്ച് ഫ്ലോ ചെയ്യുന്നത്. മനസ്സിലായ? അതാണ് പാരലൽ കണക്ഷൻ പറയുന്നത്. പിന്നെ നോക്കേണ്ടത് ഇവിടത്തെ പൊട്ടൻഷ്യൽ, അടുത്ത ശ്രദ്ധിക്കേണ്ടത് ഇവിടത്തെ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ആ പോയിന്റ് ജസ്റ്റ് നോട്ട് ചെയ്ത് പിടിക്കുക. മറ്റേതിൽ പൊട്ടൻഷ്യൽ എങ്ങനെയായിരുന്നു? ഡിഫറെന്റ് ആയിരുന്നു. ഇവിടെ എങ്ങനെയാണ്? സെയിം. അപ്പൊ അതിൽ പഠിച്ച പോലെ തന്നെ 3 പോയിന്റ്സ് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഫിഗർ മനസ്സിലായാലും എങ്ങനെയാ വന്നിരിക്കുന്നതെന്ന്. കപ്പാസിറ്റേഴ്സ് നമ്മൾ പാരലൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. കറണ്ട് ഫ്ലോ ചെയ്ത് ഇവിടെ കൂടെ വന്ന് ഈ ജംഗ്ഷൻ എത്തിയപ്പോൾ അത് സ്പ്ലിറ്റ് ആയി, 3 സ്പ്ലിറ്റ് ആയിട്ട് പിന്നെ ഇവിടെ എത്തി കമ്പൈൻ ചെയ്തിട്ടാണ് ഇങ്ങനെയാണ് ആ സർക്യൂട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ചാർജ് എങ്ങനെയാണ്? Q എങ്ങനെയാണ്? ഡിഫറെന്റ് ആണ്. പിന്നെ കപ്പാസിറ്റൻസ് ഓൾറെഡി ഡിഫറെന്റ് ആണ്, മറ്റേതിൽ പറഞ്ഞ പോലെ തന്നെ കപ്പാസിറ്റൻസ് ഡിഫറെന്റ് ആണ്. പക്ഷെ പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? പൊട്ടൻഷ്യൽ എങ്ങനെയാണ്? സെയിം ആണ്. ഓക്കെ, ഇനി അവിടെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറെന്റ് ആയതുകൊണ്ട് നമ്മൾ നെറ്റ് പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ച്. ഇവിടെ ചാർജ് ഡിഫറെന്റ് ആണ്, അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നെറ്റ് ചാർജ് കണ്ടുപിടിക്കാം. നെറ്റ് ചാർജ് Q is equal to Q1 plus Q2 plus Q3. Q is equal to Q1 plus Q2 plus Q3. ഇനി നമുക്ക് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താ? C is equal to Q by V. ഇനി നമുക്ക് Qന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാമല്ലോ. Qന് നമുക്ക് CV എന്ന് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ ചെയ്തു പോയിക്കോട്ടെ. അതുപോലെ CV equal to, ഇതിന് നമുക്ക് എങ്ങനെ കൊടുക്കാം? Q1 നമുക്ക് എങ്ങനെ കൊടുക്കാം? C1V. കാരണം എന്താ? പൊട്ടൻഷ്യൽ ഇവിടെ സെയിം ആണ്. C1V പ്ലസ് C2V പ്ലസ് C3V. CV ഈക്വൽ ടു, ഇവിടെ നമുക്ക് V കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം, C1 പ്ലസ് C2 പ്ലസ് C3. ദെൻ ഈ V ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് C. ഇവിടെ CP എന്ന് കൊടുത്തോട്ടാ. CP ഡിനോട്ട് ചെയ്യുന്നത് എന്തിനാ? പാരലൽ. ഓക്കെ, CP is equal to C1 പ്ലസ് C2 പ്ലസ് C3. ഇതാണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ കോമ്പിനേഷൻ. എഴുതിയാ? എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ കോമ്പിനേഷൻ. എഴുതിയാ? ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ N കപ്പാസിറ്റർ സെയിം തന്നെയാണ്, ജസ്റ്റ് ഈ 3 പോയിന്റ്സ് മാത്രമേ നമുക്ക് വ്യത്യാസമായിട്ട് നോട്ട് ചെയ്യാനുള്ള ഫിഗറും. ഓക്കെ, ഇനി N കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? CP is equal to C1 plus C2 plus C3 up to N. ഓക്കെ, CN. ഇനി അതുപോലെ തന്നെ C1 equal to C2 equal to C3 equal to C ആണെങ്കിൽ എങ്ങനെ വരും? CP is equal to C plus C plus C. That's equal to 3C. CP is equal to 3C. അപ്പൊ മറ്റേതിൽ ചോദിച്ച സീരീസ് കോമ്പിനേഷനിൽ ചോദിച്ച സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതിലും ചോദിക്കാം. ഇപ്പൊ നമുക്ക് 4 കപ്പാസിറ്റേഴ്സ് ഉണ്ട്, 4 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. 4ന്റെ വാല്യൂ C തന്നെ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? അത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യും? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ലെവലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ 1 മാർക്കിന് ചോദിക്കുള്ളൂ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് നോട്ട് ചെയ്തോളൂ.
ഓക്കെ, അടുത്ത പോയിന്റ് എഴുതിയ ഇത്ര എഴുതിയാ. ഇനി എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ കോമ്പിനേഷൻ is greater than the greatest value. Effective capacitance of a parallel combination is greater than the greatest value. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഞാനിപ്പോ 246 എന്ന് പറഞ്ഞ് ഞാൻ വാല്യൂ കൊടുക്കുക. C1 2 മൈക്രോഫാരഡ്, C2 4 മൈക്രോഫാരഡ്, C3 6 മൈക്രോഫാരഡ്. ഇനി ഇതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെ? 2 + 4 + 6 ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ആ കിട്ടുന്ന സം എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള വാല്യൂ. ഇവിടെയുള്ള ഗ്രേറ്റസ്റ്റ് വാല്യൂ ഏതാ? 6. 6നേക്കാളും ഗ്രേറ്റർ അല്ലേ? അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ കോമ്പിനേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഗ്രേറ്റസ്റ്റ് വാല്യൂ. മറ്റേതിൽ എന്താ പറഞ്ഞ? സീരീസിൽ എന്താ പഠിച്ചേ? എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് എ സീരീസ് കോമ്പിനേഷൻ സ്മോളർ ദാൻ സ്മോളസ്റ്റ് വാല്യൂ. ഇതില് ഗ്രേറ്റർ ദാൻ ഗ്രേറ്റസ്റ്റ് വാല്യൂ. ഓക്കെ, ഇപ്പൊ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ല? ആകെ ഫിഗർ നോക്കുക, 3 പോയിന്റ്സ് നോക്കുക, പിന്നെ മറ്റേതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്, ഇതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? മറ്റേതില് നമ്മൾ സീരീസ് കോമ്പിനേഷൻ പഠിച്ചപ്പോ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കുറഞ്ഞു. ഇവിടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്താ സംഭവിച്ചത്? നമ്മളിപ്പോ ഇതിന്റെ എക്സാമ്പിൾ നമ്മളെടുത്ത് നോക്കി എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ചു. ഇതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും എന്താ കിട്ടുന്നത്? 6 + 6 12. അപ്പൊ 12 എന്ന് പറയുന്ന വാല്യൂ കൂടിയിരിക്കുകയല്ലേ? ഇവിടെയുള്ള 2 4 6 ഇതിനെ വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്താ സംഭവിച്ചത്? ഇൻക്രീസ് ചെയ്ത്. അപ്പൊ എഴുതിക്കോ, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ കോമ്പിനേഷൻ ഇൻക്രീസസ്. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ കോമ്പിനേഷൻ ഇൻക്രീസസ്. ഓക്കെ, സീരീസും പാരലും ഓക്കെ ആയില്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മതി കേട്ടാ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു പ്രോബ്ലം ചെയ്താലോ? ഇത് വെച്ചൊരു പ്രോബ്ലം ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അടുത്തയിലേക്ക് പോവാം. എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടാ. 5 capacitors C1 equal to 2 microfarad, C2 equal to 4 microfarad, C3 equal to 6 microfarad, C4 equal to 5 microfarad, C6 equal to 10 microfarad. C5 equal to 10 microfarad. Five capacitors, C1 equal to 2 microfarad, C2 4, C3 6, C4 5 and C5 10 are connected in series and parallel. Determine the effective capacitance. Determine the effective capacitance of a single capacitor that have the same effect as combination. That have the same effect as combination. Figure വരച്ചോട്ടാ.
വരച്ചാ? ഈ ക്വസ്റ്റ്യനിൽ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. പക്ഷെ ഇവിടെ സീരീസ് കോമ്പിനേഷനും ഉണ്ട്, അതുപോലെ തന്നെ പാരലൽ കോമ്പിനേഷനും ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇവിടെ നോക്കിക്കേ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്നും ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല, ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എന്ത് കോമ്പിനേഷനാണ്, പാരലൽ കോമ്പിനേഷൻ. അപ്പൊ ഇത് ഈ C2 C3 വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാം അല്ലെ. C2 C3 പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മാത്രം നമുക്ക് ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കാം, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാം. അപ്പൊ ഇക്വേഷൻ എങ്ങനെയാ വരുന്നത് എഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ? Cp is equal to C2 plus C3. ജസ്റ്റ് ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇപ്പൊ കൺവേർഷൻ ഒന്നും ചെയ്യണ്ട, ഇപ്പൊ കറക്റ്റ് അങ്ങനെ തന്നെ എഴുതാം നമുക്ക്. Cp is equal to C2 plus C3. That is 4 plus 6 is equal to 10 microfarad. ജസ്റ്റ് ഇതിന്റെ മാത്രം കണ്ടുപിടിച്ച്. അപ്പൊ ഈ ഒരു പാരലൽ പ്ലേറ്റ്, ഇത് പാരലൽ കോമ്പിനേഷൻ. അപ്പൊ ഇതിന് പകരം നമുക്ക് ഒരു 10 മൈക്രോഫാരഡ് ഉള്ള ഒരൊറ്റ കപ്പാസിറ്റർ വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ഈ കണക്ഷൻ ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കണക്ഷൻ മാറ്റി വരച്ച് കാണിക്കാൻ പോണത്. ജസ്റ്റ് അറിയാമെങ്കിൽ ആ ഒരു സ്റ്റെപ്പിൽ തന്നെ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യണോണ്ട് ഞാൻ കണക്ഷൻ ഒന്നുകൂടെ മാറ്റി വരച്ച് കാണിക്കാം. മനസ്സിലാക്കാൻ വേണമെങ്കിൽ ജസ്റ്റ് വരച്ചു വെച്ചോ, അല്ലെങ്കിൽ ഒന്ന് ഓർത്തിരുന്നാൽ മതി. മൈക്രോഫാരഡ് ഇതൊക്കെ സെയിം തന്നെ. നമ്മളപ്പോ ഇതിന്റെ നമ്മൾ കണ്ടുപിടിച്ച് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് ദിസ് പാരലൽ കോമ്പിനേഷൻ നമ്മൾ കണ്ടുപിടിച്ച്. അത് നമുക്ക് കിട്ടിയത് എത്ര? Cp is equal to 10 മൈക്രോഫാരഡ്. അപ്പൊ ഇത് മാറ്റിയിട്ട് നമ്മൾ അതിന് പകരം ഒരൊറ്റ കപ്പാസിറ്റർ വെച്ച് ഇതിന്റെ രണ്ടിന്റെയും കൂടി എഫക്റ്റീവ് നമ്മൾ കണ്ടുപിടിച്ച് ഇത് മാറ്റിയിട്ട് നമ്മൾ എന്ത് വെച്ച് ഒരൊറ്റ കപ്പാസിറ്റർ നമ്മളവിടെ വെച്ച് 10 മൈക്രോഫാരഡ്. Cp is equal to 10 മൈക്രോഫാരഡ് എന്ന് പറഞ്ഞ് നമ്മൾ പ്ലേസ് ചെയ്ത്. ഇനി നോക്കിക്കേ, ഇതൊരു സീരീസ് കോമ്പിനേഷൻ അല്ലേ? സീരീസ് അല്ലേ? കാരണം നോക്കി, ഇവിടെ കൂടെ ചാർജ് ഫ്ലോ ചെയ്ത് പോകുന്നു, ചാർജ് സെയിം ആയിട്ടാണ് പോകുന്നത് അല്ലെ. ഇവിടെ സ്പ്ലിറ്റിംഗ് ഒന്നും നടക്കണില്ല, കറണ്ട് ഒന്നും സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നില്ല, സെയിം. ഇതിപ്പോ സീരീസ് അല്ലേടാ. ഇവിടെ കൂടി ഇവിടെ നിന്ന് ഇങ്ങനെ പോവാന്ന് വെച്ചോ, ഇവിടെ ബാറ്ററി ഉണ്ടെന്ന് വിചാരിക്കും. ഇവിടെ ഈ ബാറ്ററിയിൽ ഇവിടെ ഇങ്ങനെ ചാർജ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്നു. ഇതിൽ മാക്സിമം പറ്റാവുന്നത്ര ഇത് സ്റ്റോർ ചെയ്യുന്നു, അടുത്തതിൽ അത് സ്റ്റോർ ചെയ്യുന്നു, അതിൽ സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ സ്പ്ലിറ്റിംഗ് നടക്കുന്നില്ല, ചാർജ് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതാണ് ഏത് കോമ്പിനേഷൻ? പാരലൽ കോമ്പിനേഷൻ. ഇവിടെ അപ്പൊ ഡയറക്റ്റ് ചാർജ് ഫ്ലോ ചെയ്ത് പോകുന്നു. ഇത് വെച്ച് നമുക്കിനി സീരീസ് കണ്ടുപിടിക്കാമല്ലോ. സീരീസിന്റെ ഇക്വേഷൻ എന്താ? 1/CS is equal to ഇനി നമ്മൾ ഓരോന്ന് ചെയ്തോ. 1/C1 എന്ന് പറയുമ്പോൾ 1/2 പ്ലസ് 1/CP. ഇവിടെ നമ്മൾ 1/10 പ്ലസ് 1/C4 1/5 പ്ലസ് 1/10. ഓക്കെ, ഇതിപ്പോ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിനോമിനേറ്റർ എല്ലാം സെയിം ആക്കാം. ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ ഇതിപ്പോ 10 ആക്കണമെങ്കിൽ 5 വെച്ച് ജസ്റ്റ് മൾട്ടിപ്ലൈ കൊടുക്കുക. 1/CS is equal to നിങ്ങൾ ഇഷ്ടമുള്ള രീതി ചെയ്തോ, ഫൈനൽ ആൻസറിലേക്ക് എത്തിയാൽ മതി. ഞാനിപ്പോ ഇതിപ്പോ 10 അപ്പൊ ഡിനോമിനേറ്റർ സേവ് ആക്കി പോകാൻ നോക്കണം. ഇതെങ്ങനെ വേണേലും ചെയ്തോട്ടോ, ഞാനിപ്പോ ഇങ്ങനെ ചെയ്തേ ഉള്ളു. സംഭവം മനസ്സിലായില്ലേ? എങ്ങനെയാ ചെയ്തതെന്ന് മനസ്സിലായില്ലേ?
ഓക്കെ, അത് കഴിഞ്ഞ ലാസ്റ്റ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നല്ലത് മൈക്രോ ഫാരഡിനെ ഫാരഡിലേക്ക് മാറ്റി എഴുതുക. ഇത്ര എത്തിയാ? ഡൗട്ട് ഉണ്ട് ആർക്കെങ്കിലും? ചെയ്താ നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തോ, കുഴപ്പമില്ല. ഞാൻ ആ രീതിയിൽ പോയെന്നേ ഉള്ളൂ. ചെയ്താടാ? ഓക്കെ, ഇവിടെ നമ്മൾ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇല്ലേ, എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ഇവിടെ നോക്കിക്കേ, പാരലൽ കണക്ഷനിൽ C2C3 4+6 10. അത് ഇവിടുത്തെ ഗ്രേറ്റർ അല്ലേ, ഇവിടെ തന്നിരിക്കുന്ന ഗ്രേറ്റസ്റ്റ് വാല്യൂ 6 ഗ്രേറ്റർ ആണ്. അതപ്പോ ജസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടെ, ഇതിലും ചെയ്ത് നോക്കിക്കോ. ഓക്കെ, അടുത്തതിലേക്ക് പോവാന്നാ. ഈ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേണ്ട? ഇല്ല. ചെയ്ത് കഴിഞ്ഞാ? ഓക്കെ, അടുത്തത് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഓക്കെ, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. കപ്പാസിറ്റർ നമ്മൾ എന്താ ഡെഫിനിഷൻ പഠിച്ച കപ്പാസിറ്ററിന്റെ? അത് കപ്പാസിറ്റൻസ് ആണ്, എബിലിറ്റി. ഓക്കെ, ഇറ്റ് ഇസ് എ ഡിവൈസ് യൂസ് ടു സ്റ്റോർ ചാർജ്. ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ കപ്പാസിറ്റർ എന്ന് പഠിച്ചത്. ഇനി നമ്മൾ സാധാരണ ഇലക്ട്രോണിക് ഡിവൈസ് ഒക്കെ നമ്മൾ ചാർജ് തീർന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അത് കണക്ട് ചെയ്ത് നമ്മൾ ചാർജ് കയറ്റും. അതുപോലെ തന്നെ കപ്പാസിറ്ററിന്റെ ചാർജ് ചെയ്ത് തീർന്നു കഴിയുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാറ്ററിനായിട്ട് കണക്ട് ചെയ്യും. ബാറ്ററിനായിട്ട് കണക്ട് ചെയ്ത് അതുവഴി നമ്മൾ ചാർജ് കയറ്റി ആ ചാർജ് ആണ് എന്തായിട്ട് സ്റ്റോർ ആവുന്നത്? എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. സാധാരണ ഇലക്ട്രോണിക് ഡിവൈസിനെ പോലെ തന്നെ കപ്പാസിറ്ററിന്റെ ചാർജ് തീരും. അതപ്പോ ചാർജ് തീരുമ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാറ്ററി എടുത്ത് കണക്ട് ചെയ്ത് ആ ബാറ്ററിയിൽ കൂടി അതിനെ ചാർജ് ചെയ്യും. ആ ചാർജ് ആണ് എന്തായിട്ട് സ്റ്റോർ ആവുന്നത്? എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. അതാണ് നമ്മളിവിടെ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതിനിപ്പോ ചാർജ് ഒന്നുമില്ല, ചാർജ് ഒക്കെ തീർന്നിരിക്കുന്ന ഒരു കപ്പാസിറ്റർ ആണ്. അപ്പൊ ചാർജ് ഇല്ലെന്ന് പറയുമ്പോൾ ഇതിന്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ചാർജ് ഒന്നും ഇല്ലാത്തൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അപ്പൊ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നമ്മൾ ഇതിനെ ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാറ്ററിനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ജസ്റ്റ് ചാർജ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ബാറ്ററിനായിട്ട് കണക്ട് ചെയ്യാം. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഇതൊരെണ്ണം പോസിറ്റീവ് ആയിരിക്കും, ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കും. അതൊക്കെ അറിയാലോ, ഞാനത് കപ്പാസിറ്റർ കാണിച്ചു തന്നില്ലേ. അപ്പൊ 2 ലെഗ് ഉണ്ട് അതിൽ നീണ്ടു നിൽക്കുന്ന ലെഗ് ഇല്ലേ, ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും ആയിരിക്കും വലിയ വലിയ കപ്പാസിറ്ററിൽ. അപ്പൊ ആ വലിയ ലെഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, ചെറുത് നെഗറ്റീവും ആയിരിക്കും. അതുപോലെ അപ്പൊ ജസ്റ്റ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ വരക്കുന്നുള്ളൂ. അപ്പൊ ഓർമ്മ ഉണ്ടാണ്, ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആയിരിക്കും. അപ്പൊ ഇതിപ്പോ നമ്മളൊരു ചാർജ് ഇല്ലാത്ത ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുത്തു. ചാർജ് ഇല്ലെന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി അതിനെ എന്തിനായിട്ട് കണക്ട് ചെയ്തു? ഒരു ബാറ്ററിനായിട്ട് കണക്ട് ചെയ്തു. അപ്പൊ ബാറ്ററി വഴി നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ചാർജ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോയി ഇവിടെ നമുക്കൊരു ചാർജ് Q1 കയറി, പോസിറ്റീവ് ചാർജ് കയറി. അടുത്ത ചാർജ് ഇങ്ങനെ കയറും. നമ്മൾ സാധാരണ ഫോണിലൊക്കെ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചാർജ് ചെയ്യാൻ വെച്ച ഉടനെ തന്നെ ഫുൾ ചാർജ് കയറുമോ? അത് ഇല്ല. ഏകദേശം എത്ര ടൈം എടുക്കുമായിരിക്കും? ഇപ്പൊ ഫുൾ ചാർജ് ആവാൻ വേണ്ടി ഇപ്പൊ നമ്മൾ 0-യിലാണ്, ഒരു ചാർജ് ഒന്നും ഇല്ലാതെ ഫോൺ ഓഫായി നമ്മൾ കൊണ്ട് കണക്ട് ചെയ്തു. അത് ചാർജ് ചെയ്യാൻ വേണ്ടി ഏകദേശം കുറച്ചായിട്ടല്ലേ കയറുള്ളൂ, ഒറ്റയടിക്ക് അത് ഫുൾ ചാർജ് ആവില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് ഒരു ബാറ്ററിനായിട്ട് കണക്ട് ചെയ്തു. ആദ്യം ഒരു ചാർജ് കയറി, പിന്നെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അടുത്ത ചാർജ് കയറി. പക്ഷെ ഇവിടെ നമ്മൾ ഓരോ ചാർജും ഇങ്ങനെ കയറ്റാൻ വേണ്ടി ഇവിടെ എന്ത് വേണം? ഒരു വർക്ക് ഡൺ കൊടുക്കണം. ആ വർക്ക് ഡൺ ആണ് എന്തായിട്ട് സ്റ്റോർ ആവുന്നത്? എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്ന ആ കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ആയിട്ട് ഒന്ന് ഓർത്ത് വെക്കുക. ഒരു ബന്ധവും ഇല്ല, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയണമെന്നേ ഉള്ളൂ. ജസ്റ്റ് അതുപോലെ തന്നെ നമ്മൾ കൊണ്ട് ചാർജ് ചെയ്യാൻ ഇട്ടു,
കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ ഒരു 1% കയറി, അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ടായിരിക്കും ഒരു 2, 3 അങ്ങനെ കയറുന്നത്. ഒറ്റയടിക്ക് ഫില്ലാവില്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ ആദ്യം ചാർജ് Q1 കയറി, പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചാർജ് Q2, Q3 അങ്ങനെ കയറി പോസിറ്റീവ് ഫില്ലായി. ബൈ ഇൻഡക്ഷൻ മെത്തേഡ് ഇപ്പുറത്ത് എന്തായിക്കോളും? നെഗറ്റീവ് ചാർജ് ആയിക്കോളും. അങ്ങനെയാണ് ഈ കപ്പാസിറ്ററിൽ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ആ ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ എന്ത് വേണം? ഓരോ ചാർജ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ Q1 കൊണ്ടു വെക്കാൻ വേണ്ടി നമുക്കൊരു വർക്ക് ഡൺ വേണം, Q2 കയറ്റാൻ വേണ്ടി, Q3 കയറ്റാൻ വേണ്ടി ഓരോ വർക്ക് ഡൺ വേണം. ആ വർക്ക് ഡൺ ആണ് എന്തായിട്ട് സ്റ്റോർ ആവുന്നത്? എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. ഈ ചാർജ് ആണ് നമ്മൾ എന്തായിട്ട് സ്റ്റോർ ആക്കാൻ പോണത്? എനർജി ആയിട്ട് സ്റ്റോർ ആക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഫിഗർ ഒന്ന് ജസ്റ്റ് വരച്ചിട്ടോ മനസ്സിലാവുന്ന രീതിയിൽ. ഓക്കെ, അത് നിങ്ങളുടെ ബുക്ക്ലെറ്റിൽ എഴുതിയിട്ടുണ്ട്. കറക്റ്റ് ഡെഫിനേഷൻ ഒക്കെ വായിച്ചു നോക്കട്ടാ. ദ എനർജി ഓഫ് എ ചാർജ്ഡ് കപ്പാസിറ്റർ ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ചാർജിങ് ഇറ്റ്. അത് ചാർജ് ചെയ്യാൻ വേണ്ട വർക്ക് ഡൺ, അതാണ് ആ വർക്ക് ഡൺ ആണ് എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. കൺസെപ്റ്റ് ഓക്കെ ആയോ? എന്നാൽ നമുക്ക് ഡെറിവേഷനിലേക്ക് പോകാം. ഈ ഡെറിവേഷൻ ശരിക്കും നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ സിലബസിൽ ഡെറിവേഷൻ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇക്വേഷൻ ആണ് വേണ്ടത്. ജസ്റ്റ് ശ്രദ്ധിച്ചു പോവുക. ഡിറൈവ് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോ ജസ്റ്റ് ഇക്വേഷൻ പഠിച്ചു വെക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. എന്നാലും ജസ്റ്റ് നോക്കി വെച്ചേക്കാം, ഇൻ കേസ് വന്നാലും എഴുതാൻ റെഡി ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്താ പറഞ്ഞത്? വർക്ക് ഡൺ. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ പഠിച്ചു. V is equal to ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ സ്റ്റാർട്ടിങ് V is equal to W by അതൊക്കെ W വർക്ക് ഡൺ ബൈ Q. ഓക്കെ, നമുക്കൊരു വർക്ക് ഡൺ ആണ് വേണ്ടതെന്നാ പറഞ്ഞത് അല്ലെ? അപ്പൊ വർക്ക് ഡൺ W is equal to V into Q. V into Q. ഇനി ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് ഓരോ ചെറിയ ചാർജ്, ഇപ്പൊ Q1 കൊണ്ടുപോകാൻ വേണ്ടി നമുക്കൊരു ചെറിയ വർക്ക് ഡൺ വേണം, Q2 കൊണ്ടുപോകാൻ വേണ്ടി നമുക്കൊരു ചെറിയ വർക്ക് ഡൺ വേണം. അപ്പൊ നമുക്കൊരു ചെറിയ വർക്ക് ഡൺ കൺസിഡർ ചെയ്യാം. dW is equal to V into dQ. ഓക്കെ, ഇനി ടോട്ടൽ വർക്ക് ഡൺ, ഇനി ഇന്റഗ്രേറ്റ് ചെയ്ത ടോട്ടൽ വർക്ക് ഡൺ കാണുക. ആ ടോട്ടൽ വർക്ക് ഡൺ ആണ് എന്തായിട്ട് സ്റ്റോർ ആവുന്നത്? എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രൽ. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഈ വിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. കപ്പാസിറ്റൻസ് C is equal to Q by V. ഇതിന് നമുക്ക് ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? വിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. വിക്ക് എന്തെന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? Q by C എന്ന് കൊടുക്കാം. അപ്പൊ ഇന്റഗ്രൽ dW is equal to ഇന്റഗ്രൽ ഓഫ് Q by C dQ. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാൻ ലിമിറ്റ് വേണം. ലിമിറ്റ് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച്, ലിമിറ്റ് ഇപ്പൊ നമ്മുടെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ ചാർജ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഫസ്റ്റ് 0 കൊടുക്കാം. 0 to നമുക്ക് 0-യിൽ ഇരുന്ന ഈ കപ്പാസിറ്ററിനെ നമുക്ക് എന്തിലേക്കാ കൊണ്ടുവരേണ്ടത്? ഫുൾ ചാർജ് ആക്കണ്ടേ നമുക്ക് ഇതിനെ? അപ്പൊ ഫുൾ ചാർജ്, ടോട്ടൽ ചാർജ് ക്യാപിറ്റൽ Q എന്ന് കൊടുക്കണേ. ടോട്ടൽ ചാർജ് ക്യാപിറ്റൽ Q, അതാണ് ലിമിറ്റ്. ലിമിറ്റ് വന്നത് മനസ്സിലായില്ലേ? ഫസ്റ്റ് ചാർജ് ഒന്നും ഇല്ലായിരുന്നു, അതിനെയാണ് നമ്മൾ ചാർജ് ചെയ്ത് ടോട്ടൽ ചാർജ് ക്യാപിറ്റൽ Qയിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇന്റഗ്രൽ dW is equal to ലിമിറ്റ് 0 to Q by C dQ. ഇനി ശ്രദ്ധിച്ചോ, ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു dQ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഈ Qന്റെ ടേമിനെ മാത്രം ചെയ്താൽ മതിയില്ലേ? ബാക്കിയുള്ള ഈ 1 by C എന്ന് പറയുന്ന ടേം നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്സൈഡ് എടുക്കാം. ഇന്റഗ്രൽ ഓഫ് dW എന്ന് പറയുന്നത് എന്താ? W. ഓക്കെ, ദെൻ ഇനി നമുക്ക് 1 by C നെ ഞാൻ ഔട്ട്സൈഡ് എടുത്തു. ബാക്കിയുള്ളത് 0 to Q, ബാക്കിയുള്ള ആരാ? Q dQ. ഈ Q dQ നെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതിന് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇന്റഗ്രൽ ഓഫ് എക്സ് എന്ന് പറയുന്നത് x raised to n+1 ഡിവൈഡഡ് ബൈ n+1. ഇത് പഠിപ്പിച്ചിട്ടുള്ളതല്ലേ? ഇന്റഗ്രൽ ഓഫ് എക്സ് ജസ്റ്റ് ഒരു ടേം തന്നിട്ടുണ്ട്, എക്സ്. ഇന്റഗ്രൽ ഓഫ് എക്സ് എന്ന് പറയുന്നത് x raised to n+1 ഡിവൈഡഡ് ബൈ n+1. ഇപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്നത് ആരാ? Q. അപ്പൊ ഇന്റഗ്രൽ ഓഫ് Q is equal to Q raised to n+1 ഡിവൈഡഡ് ബൈ n+1. ഓക്കെ, അപ്പൊ ഇന്ന് നോക്കിക്കേ, Q raised to n+1 ഡിവൈഡ് ബൈ n+1. ഇവിടത്തെ Qന്റെ പവർ എന്താ? 1. അപ്പൊ Q raised to 1+1 ഡിവൈഡഡ് ബൈ 1+1. അപ്പൊ ഇന്റഗ്രൽ ഓഫ് Q is equal to Q² ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇന്റഗ്രേഷൻ മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? ഇന്റഗ്രേഷൻ പറയണം. ഓക്കെ, ഇതറിയാല്ല, ഇത് പഠിപ്പിച്ചത് ഓർമ്മയുണ്ട്, ഇക്വേഷൻ പഠിപ്പിച്ചത് ഓർമ്മയുണ്ട്. ഇന്റഗ്രൽ ഓഫ് എക്സ് is equal to x raised to n+1 ഡിവൈഡഡ് ബൈ n+1. ഇതാണ്. ഇനി നമുക്ക് ഈ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്ന ആരാ? Q അല്ലേ?
നമുക്ക് ക്യൂവിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് ക്യൂ ഇസ് ഈക്വൽ ടു ആ എക്സിന്റെ പ്ലേസിൽ എന്തിട്ട് കൊടുക്കുക? ക്യൂ ഇട്ട് കൊടുക്കുക. ക്യൂ റൈസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1. ഓക്കെ, ക്യൂ റൈസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1. ഇവിടെ ക്യൂവിന്റെ പവർ എന്താ? 1 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ക്യൂ റൈസ് ടു 1+1 ഡിവൈഡഡ് ബൈ 1+1, ദാറ്റ് ഈസ് ക്യൂ സ്ക്വയർ ബൈ 2. അതാണ് ഇന്റഗ്രൽ ഓഫ് ക്യൂ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ഒന്ന് ബേസിക് ആണ്, ഇത് പഠിച്ചു വെച്ചോ. ഇന്റഗ്രൽ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1. അപ്പൊ നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോ എന്ത് കിട്ടി? ക്യൂ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടി. 1/c ക്യൂ സ്ക്വയർ ബൈ 2, ലിമിറ്റ് 0 ടു q. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കിടക്കുന്നത് ആരാ? ക്യൂ. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ ക്യൂവിന്റെ സ്ഥാനത്ത് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? ജസ്റ്റ് ക്യൂ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പൊ w is equal to 1/c. ഈ ക്യൂവിന്റെ പ്ലേസിൽ നമുക്ക് അപ്പർ ലിമിറ്റ് ഈ ക്യൂ ഇട്ട് കൊടുക്കാം. അപ്പൊ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. പക്ഷെ നമ്മളെ ലോവർ ലിമിറ്റിന്റെ ടേം എന്താണ്? 0. അപ്പൊ 0 സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ ആ ടേം എന്തായിപ്പോ? 0 ആയിപ്പോ. അപ്പൊ നമുക്ക് അത് എഴുതണ്ട. അപ്പൊ w is equal to 1/c ക്യൂ സ്ക്വയർ ബൈ 2. ഓക്കെ, w is equal to 1/c ക്യൂ സ്ക്വയർ ബൈ 2. ഓക്കെ, ഇതാണ് എന്തായിട്ട് സ്റ്റോർ ആവുന്നത്? എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. സോ u is equal to q square divided by 2c. u is equal to q square divided by 2c. ഓക്കെ, എഴുതിയാ? ഡെറിവേഷൻ ജസ്റ്റ് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ മതി. സിലബസിൽ അത്ര കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഇക്വേഷൻ ആണ് കേട്ടോ നമുക്ക് ഇമ്പോർട്ടന്റ്. ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇക്വേഷൻ എങ്ങനെ വന്നു എന്ന് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ ഇത് ചെയ്യിപ്പിച്ചത്. ഇത് ഓർത്ത് വെക്കുക. u is equal to q square by 2c. ഇനി നമുക്ക് 3 ഇക്വേഷൻ ആണ് ആകെ പഠിക്കാനുള്ളത്. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആണ്. ഇത് സെക്കൻഡ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു മിനിറ്റ്. ഓക്കെ, c is equal to q by v അല്ലേ? c is equal to q. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ട് എഴുതിക്കോട്ടാ. c is equal to q by v. c is equal to q by v. നമ്മുടെ q ഇപ്പൊ എന്തായി? ക്യാപിറ്റൽ q ആയില്ലേ ടോട്ടൽ ചാർജ്. അപ്പൊ c is equal to ക്യാപിറ്റൽ q by v. ഈ q ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. q is equal to cv. ഇനി നമുക്ക് ഈ ഇക്വേഷൻ 1 നമ്മൾ കണ്ടുപിടിച്ച ഫസ്റ്റ് ഇക്വേഷനിൽ ക്യൂവിന്റെ പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? cv സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ u is equal to cv സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c. ദാറ്റ് ഈസ് c സ്ക്വയർ v സ്ക്വയർ ബൈ 2c. c കട്ടായി പോയി. ഹാഫ് cv സ്ക്വയർ. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. നിങ്ങൾ ഡെറിവേഷൻ പഠിച്ചില്ലെങ്കിൽ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കണം കേട്ടോ. എങ്ങനെയാണ് ഈ ഇക്വേഷനിൽ എത്തിയതെന്ന് നോക്കണം കേട്ടോ. u is equal to ഹാഫ് cv സ്ക്വയർ. ഇതെയാ? ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഇനി അടുത്ത ഒരു ഇക്വേഷനും കൂടി നമുക്ക് കപ്പാസിറ്ററിന്റെ എനർജിയുടെ പഠിക്കാനുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സിക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? c is equal to q by v ഇല്ലേ? അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. u is equal to 1/2 q by v into v square. ഓക്കെ, ഈ 3 ഇക്വേഷൻ മാത്രം പഠിക്കട്ടാ. കറക്റ്റ് ആയിട്ട് പഠിക്കണേ 3 ഇക്വേഷനും. ഡെറിവേഷൻ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിക്കോ. വലിയ പ്രശ്നമൊന്നുമില്ല ചെയ്യാൻ. അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കോ.
അത്ര സ്ട്രെസ് ചെയ്ത് പഠിക്കണ്ട, ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഇൻ കേസ് എക്സാമിന് വന്നാലും എഴുതാൻ റെഡി ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അത് സിമ്പിൾ ആയിട്ടുള്ളത് പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി അടുത്തത് എനർജി ഡെൻസിറ്റി. അതുകൂടെ വേണ്ടത്. ഓക്കെ, എനർജി ഡെൻസിറ്റി മതിയായ. ഓക്കെ, അടുത്ത എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി അതിൽ കൊടുത്തിട്ടുണ്ടോ? മെറ്റീരിയലില് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി എഴുതിക്കുക. എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ ഇസ് ദ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. സിമ്പിൾ ഡെഫിനിഷൻ ആണ്. എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ ഇസ് ദ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, എഴുതിയ എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ ഇസ് ദ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. എനർജി ഡെൻസിറ്റിനെ നമുക്ക് സ്മോൾ ലെറ്റർ യു വെച്ച് റെപ്രസെന്റ് ചെയ്യാവേ. സ്മോൾ ലെറ്റർ യു. ഇനി ആ ഡെഫിനിഷൻ എന്താ പറഞ്ഞ? എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. അപ്പൊ എനർജി സ്റ്റോർഡ് ക്യാപിറ്റൽ യു പെർ യൂണിറ്റ് വോളിയം. ഇക്വേഷൻ ഏത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഞാനിപ്പോ ഇവിടെ യൂസ് ചെയ്യുന്നത് ഹാഫ് സി വി സ്ക്വയർ ആയി യൂസ് ചെയ്യുന്നത്. ഏത് വേണേലും യൂസ് ചെയ്താലും നമ്മൾ ഫൈനൽ ഇക്വേഷൻ സെയിമിൽ തന്നെ എത്തും. ഞാൻ ചെയ്ത് നോക്കിയത് ഹാഫ് സി വി സ്ക്വയർ വെച്ചാൽ. അപ്പൊ നമുക്ക് യു ഇസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ ഡിവൈഡഡ് ബൈ വോളിയം. വോളിയം എന്ന് ഉദ്ദേശിക്കുന്നത് ഏരിയ ഇൻറ്റു തിക്നെസ്. തിക്നെസ് സാധാരണ നമ്മൾ ഡി വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് ഏരിയ എ ഇൻറ്റു തിക്നെസ് ഡി. വോളിയം ജസ്റ്റ് അങ്ങനെ എടുത്തതേ ഉള്ളൂ. വോളിയം ഏരിയ ഇൻറ്റു തിക്നെസ്. ഏരിയ ഇൻറ്റു തിക്നെസ് ഹാഫ് സി വി സ്ക്വയർ ഡിവൈഡഡ് ബൈ വോളിയം. ഇനി സി എന്ന് പറയുന്നത് എന്താ? കപ്പാസിറ്റൻസ്. ഇവിടെ എന്ത് കപ്പാസിറ്ററാണ് നമ്മൾ ചെയ്തത്? എനർജി സ്റ്റോർഡ് നമ്മൾ ചെയ്തപ്പോ എന്ത് കപ്പാസിറ്ററാ വെച്ചത്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അല്ലേ? അപ്പൊ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താ? എപ്സിലോൺ 0 എ ബൈ ഡി. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 1/2 എപ്സിലോൺ 0 എ ബൈ ഡി വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ഡി. എ ക്യാൻസൽ ചെയ്യാം. 1/2 എപ്സിലോൺ 0 വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. ഓക്കെ, എ ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ള 1/2 എപ്സിലോൺ 0 വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഓർത്തിരിക്കണം. നമ്മൾ റിലേഷൻ പഠിച്ചു, ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു വി ബൈ ഡി പഠിച്ചില്ലേ? ഓക്കെ, അതിൽ നമുക്ക് വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, വി ഈസ് ഈക്വൽ ടു ഇ ഈസ് ഈക്വൽ ടു വി ബൈ ഡി എന്ന് പഠിച്ചില്ലേ? അതിൽ നിന്ന് നമുക്ക് വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എന്ന് എഴുതാലോ. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സോ 1/2 എപ്സിലോൺ 0 വി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇ സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. ഡി സ്ക്വയർ ക്യാൻസൽ ആയി. ബാക്കിയുള്ളത് 1/2 എപ്സിലോൺ 0 ഇ സ്ക്വയർ. ഇതാണ് എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ. എനർജി ഡെൻസിറ്റിയുടെ ഡെറിവേഷൻ നമുക്ക് വേണോട്ടോ, അത് പഠിക്കണേ. 1/2 എപ്സിലോൺ 0 ഇ സ്ക്വയർ. (1/2 എപ്സിലോൺ 0 ഇ സ്ക്വയർ). ഓക്കെ അല്ലേ? ഇത്രയുള്ള എനർജി ഡെൻസിറ്റി.